പാർലമെന്റിലെ തന്റെ കന്നി പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന എല്ലാ വിവാദങ്ങളും പരാമർശിച്ച വയനാട് എംപി പ്രിയങ്ക ഗാന്ധി. ഭരണഘടനയിൽ തുടങ്ങി കർഷക പ്രക്ഷോഭവും അദാനിയും സംഭലും മണിപ്പൂരും എല്ലാം പരാമർശിച്ച പ്രിയങ്ക പാർലമെന്റേറിയൻ എന്ന നിലയിൽ തന്റെ ആദ്യ പ്രസംഗത്തിൽ കത്തിക്കയറുകയായിരുന്നു. ഭരണഘടനയുടെ 75ാം വാർഷികമനുബന്ധിച്ച് നടന്ന പ്രത്യേക ചർച്ചയിലായിരുന്നു പ്രിയങ്ക തന്റെ കന്നി പ്രസംഗം നടത്തിയത്. രാജ്യത്തെ ഓരോ പൗരന്റെയും അവകാശങ്ങൾ ഭരണഘടന ഉറപ്പുവരുത്തുന്നുവെന്നും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് കരുത്തും സംരക്ഷണവുമാകുന്നുവെന്നും പ്രിയങ്ക പറഞ്ഞു തുടങ്ങി. ആ സുരക്ഷാ കവചം തകർക്കാനാണ് കഴിഞ്ഞ 10 വർഷമായി BJP ശ്രമിക്കുന്നതെന്നും ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള നീക്കം ജനങ്ങൾ അനുവദിക്കില്ലെന്നും പ്രിയങ്ക പറഞ്ഞു. എന്തുകൊണ്ട് ജാതി സെൻസസ് നടപ്പാക്കുന്നില്ലെന്നും പ്രിയങ്ക തന്റെ കന്നി പ്രസംഗത്തിൽ ചോദിച്ചു. തുടർന്ന് കർഷക പ്രക്ഷോഭത്തെക്കുറിച്ചും പ്രിയങ്ക തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. കർഷകരുടെ സ്വപ്നങ്ങളെ കേന്ദ്ര സർക്കാർ തകർക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കാർഷിക നിയമങ്ങൾ ഉണ്ടാക്കിയെന്നും വയനാട് മുതൽ ലളിത്പൂർ വരെ കർഷകരുടെ കണ്ണീരാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. തുടർന്ന് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് അദാനിക്ക് വേണ്ടിയാണെന്നും രാജ്യത്തിന്റെ സമ്പത്ത് അദാനിക്ക് നൽകുന്നുവെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. ബ്രിട്ടീഷ് കാലത്തെ ഭീതിത അന്തരീക്ഷമാണ് ഇന്ന് രാജ്യത്തുള്ളതെന്നും ഈ രാജ്യം സത്യത്തിനു വേണ്ടി പൊരുതുമെന്നും സത്യം വിജയിക്കുക തന്നെ ചെയ്യുമെന്നും ഉറപ്പിച്ചു പറഞ്ഞാണ് പ്രിയങ്ക തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്.